ദാസ്, ഇതെന്റെ അവസാന ദിവസമാണ് ലണ്ടനിൽ. എന്റെ ഈ ജോലി സ്ഥലത്തും അവസാന ദിവസമാണ്. ഞാൻ ടോക്കിയോയിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്റെ വിസ തീർന്നു. വേറൊരു അനുഭവം, ഞാൻ എന്നും കാലത്ത് കാപ്പി കഴിക്കാൻ പോകുന്ന കോഫി ഷോപ്പിൽ ഒത്തിരി ആൾക്കാരെ സെർവ് ചെയ്യുന്നുണ്ട്. എല്ലാവരായിട്ടും എനിക്ക് നല്ല ബന്ധമുണ്ട്. ഞാൻ എല്ലാവരോടും ഹലോ പറയും ഓരോ ദിവസം ചെല്ലുമ്പോൾ. ഈ പ്രത്യേക ദിവസം ഒരു ജാപ്പനീസ് പെൺകുട്ടി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ദാസ്, ഇതെന്റെ അവസാന ദിവസമാണ് ലണ്ടനിൽ. എന്റെ ഈ ജോലി സ്ഥലത്തും അവസാന ദിവസമാണ്. ഞാൻ ടോക്കിയോയിലേക്ക് തിരിച്ചു പോവുകയാണ്. എന്റെ വിസ തീർന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ നിൽക്കാൻ ശ്രമിച്ചുകൂടെ, നിനക്ക് ഈ രാജ്യം ഇഷ്ടമാണല്ലോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതെ, എനിക്ക് നിൽക്കാൻ പാടാണ്, ഇവിടുത്തെ വിസ റൂൾസ് ഒക്കെ മാറ്റി നിൽക്കാൻ പാടാണ്. പക്ഷെ ആ കുട്ടി വളരെ വിഷമത്തോടെയായിരുന്നു പറഞ്ഞതും. നമ്മളോട് ഒരു ബൈ പറയുമ്പോൾ എന്തോ ഒരു വലിയ വിഷമമുള്ള മാതിരി ആ കുട്ടി പെരുമാറി. എനിക്ക് പെട്ടെന്നൊരു ഷോക്കായി പോയി. കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരാള് നമ്മളോട് ഇത്രയും അടുപ്പം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അപ്പോഴാ തിരിച്ചറിയണം. ആ ദിവസം സത്യം പറഞ്ഞ അതിശയത്തിന്റെ ഒരു ദിവസമായിരുന്നു. ഞാൻ പെട്ടെന്ന് തരിച്ചു നിന്നുപോയി. ഞാൻ എന്നിട്ട് ഒരു കണക്കിന് കാപ്പിയൊക്കെ കുടിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോൾ ആ കുട്ടിയോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങിയെങ്കിലും കുറെ നേരം വെളിയിൽ പോയിട്ട് നിന്ന് ആലോചിച്ചു. വല്ലാത്തൊരു ഫീൽ ആ കുട്ടി പറഞ്ഞ രീതിയും ഒക്കെ. ഞാനൊരു ഡ്രൈവിന് പോവായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഒരു ഇന്ത്യൻ ഷോപ്പ് കണ്ടപ്പോ അവിടെ ചുമ്മാ കയറി കാണാൻ വേണ്ടി. അപ്പൊ അവിടെ നിന്ന് ചെറിയൊരു സ്റ്റാച്യു മേടിച്ച് ഞാൻ തിരിച്ചൊരിക്കൽ കൂടി ആ കോഫി ഷോപ്പിൽ പോയി അത് ആ കുട്ടിക്ക് കൊടുത്തു. എന്നിട്ടൊരു താങ്ക്സ് പറയുകയും ഗുഡ് ലക്ക് സ്റ്റാച്യു ആണെന്ന് പറഞ്ഞത് കൊടുത്തു. സത്യം പറഞ്ഞ ആ ഒരു ദിവസത്തെ ഒരു ഫീല് ഭയങ്കരമായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്നും കാണുന്ന രണ്ടാൾക്കാർ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്തതിന്റെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു.